കാഴ്ച കാണാൻ കമാനം തോമ വത്തിക്കാനിൽ എൽസി പിച്ചച്ചട്ടിയുമായി തെരുവിൽ. ഇന്ത്യൻ സഭാചരിത്രത്തിൽ ആദ്യമായി ഒരു വൈദികനെ നേരിട്ട് കർദിനാളാക്കുന്ന ചടങ്ങുകൾ ഇന്ന് വത്തിക്കാനിൽ നടക്കുമ്പോൾ ഭാരതസഭയുടെ പരിമളം പടർത്തി മെത്രാൻ സംഘം വത്തിക്കാനിൽ എന്നാണ് ഒരു പത്രം ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ സംഘത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് തോമസ് തറയിലും ഉള്ളതുകൊണ്ട് തന്നെ ഭാരതസഭയുടെ നാറ്റം പടർത്തി കമാനം തോമ വത്തിക്കാനിൽ എന്നായിരുന്നു റിപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നത്. തറയിലും തട്ടിലും താഴത്തും പോലെയുള്ള മെത്രാന്മാർ ഇവിടെയുള്ളപ്പോൾ മാർപ്പാപ്പ കർദിനാളായി വാഴിക്കുവാൻ തിരഞ്ഞെടുത്തത് വെറും ഒരു വൈദികനെ ആണെന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെയാണ് ഇന്ത്യൻ സഭാ ചരിത്രത്തിൽ ആദ്യമായി ഒരു വൈദികൻ നേരിട്ട് കർദിനാളാകുന്നത്. മാർപ്പാപ്പയ്ക്ക് ബാക്കി എല്ലാവരും കള്ളന്മാരാണ് എന്ന് ബോധ്യം വന്നതിനാലാണ് വൈദികനെങ്കിലും വിശ്വസ്തനായ ജോർജ് കൂവക്കാടിന് ആ നറുക്ക് വീണത്. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മെത്രാന്മാർക്ക് പ്രധാനമായും റാഫേൽ തട്ടിലിനും തറയിൽ ബിഷപ്പിനുമുള്ള മുഖമടച്ചുള്ള ഒരു അടിയാണ് ഇത്. പക്ഷേ അവരും ഈ പരിപാടിക്ക് കാഴ്ചക്കാരായി വത്തിക്കാനിൽ പോയിട്ടുണ്ട്. ഇതോടെ തറയിലും തട്ടിലുമെല്ലാം വെറും റബ്ബർ സ്റ്റാമ്പുകളായി മാറി. അതേസമയം തറയിൽ ബിഷപ്പും സംഘവും മോഹന വാഗ്ദാനങ്ങൾ നൽകി 3 കോടി കബളിപ്പിച്ചെടുത്ത PVLC പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് നിത്യവൃത്തിക്ക് പോലും മാർഗമില്ലാതെ ചട്ടിയുമെടുത്ത് ഭിക്ഷാടനം തുടങ്ങി. ക്യാൻസർ രോഗികളുടെ ധനശേഖരണാർത്ഥം എന്ന പേരിൽ ലൂർദ് മദാ കെയറിന്റെ ചുമതലയുള്ള മോവൻ പാതിരി പണം പിടുങ്ങുവാൻ കണ്ണമ്മൂല മദർ തെരേസ ദേവാലയത്തിൽ പെരുന്നാൾ നടത്തുന്നതറിഞ്ഞ് അവിടെ നിന്നുമാണ് PVLC ഭിക്ഷാടനം ആരംഭിച്ചത്. മെത്രാന്മാരുടെയും പാതിരിപ്പാമ്പുകളുടെയും തട്ടിപ്പുകൾക്ക് മൂകസാക്ഷിയായി നിർത്തിയിരിക്കുന്ന മദർ തെരേസയുടെ മുന്നിൽ തന്റെ സങ്കടമറിയിച്ച് കണ്ണു തുറക്കാത്ത, കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളായ ദൈവങ്ങളുടെ മുന്നിൽ പ്രാർത്ഥിച്ച് തന്നെ വഞ്ചിച്ച കമാനം തോമയ്ക്കും സഹകൊള്ളക്കാരന്മാരായ പാതിരിപ്പാമ്പുകൾക്കും നാട്ടുകാരെ ഇനിയും വലിപ്പിക്കുവാൻ ദീർഘായുസ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് PVLC മഞ്ചട്ടിയുമായി ഭിക്ഷാടനം ആരംഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക്. ഒരു കത്തോലിക്ക സഭാംഗമായ അനാഥ വൃദ്ധയാണ് വത്തിക്കാനിൽ ഇത്തരമൊരു ചടങ്ങ് നടക്കുമ്പോൾ ഇവിടെ പിച്ചച്ചട്ടിയുമായി ഭിക്ഷാടനം നടത്തുന്നത്. ഈ നാണവും മാനവും കെട്ടവന്മാർ പെറ്റമ്മയുടെ അരിഞ്ഞാണം കണ്ടാൽ പോലും അതും അടിച്ചുകൊണ്ട് പോകുന്നവന്മാരാണ് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കുക. PVLC എന്ന അനാഥ വൃദ്ധയെ പറ്റിച്ച് 3 കോടി കൈക്കലാക്കി AN സത്യനേശന്റെ മക്കളെ തെരുവിലിറക്കി വിട്ട് കൈക്കലാക്കിയ ആ 69 സെന്റ് ആ കണ്ണീരിന്റെ നിലത്ത് സീറോ മലബാർ സഭയുടെ തിരുവനന്തപുരം ആസ്ഥാനം കെട്ടിപ്പൊക്കിയ കൊള്ളക്കാരൻ ആണുങ്ങൾ കർദിനാളാകുന്നത് കാണുവാൻ പോയതിനെയാണ് ഏതോ ഒരു മാപ്ര സൗരഭ്യം തൂക്കി കള്ളന്മാർ വത്തിക്കാനിൽ എന്ന് വാർത്ത നൽകിയത്. ജനങ്ങൾ പറയുക, ഈ വെള്ളയടിച്ച കുഴിമാടങ്ങൾ പരത്തുന്നത് സൗരഭ്യമോ അതോ ദുർഗന്ധമോ എന്ന്. ഇനി PVLCയുടെ വാക്കുകളിലേക്ക്. അഗതികളുടെ അമ്മയെ മദർ തെരേസയുടെ പള്ളിയാണത്, കണ്ണമ്മൂല മദർ തെരേസ ദേവാലയം. അവിടെ ഒരിക്കലും പതിവില്ലാത്തൊരു പുതിയ പെരുന്നാൾ അവിടെ ഉടലെടുത്തു. കാരണം ഇത്രയും കാലം അവിടെ അങ്ങനെ ഒരു പെരുന്നാളില്ലായിരുന്നു. ഇപ്പം ക്യാൻസർ രോഗികളുടെ പേരും പറഞ്ഞ് അവിടെ പിരിവിന് വേണ്ടിയിട്ട് പുതിയതായിട്ടൊരു പെരുന്നാൾ നടത്തുന്നു. അപ്പോൾ ഞാനോർത്ത് മദർ തെരേസ അഗതികളുടെ അമ്മയെ മദർ തെരേസയുടെ അടുത്തുനിന്ന് തന്നെ യാചന തുടങ്ങാം എന്നോർത്താണ് ഞാനൊരു ഭിക്ഷച്ചട്ടിയുമായി അവിടെ പോയി. പക്ഷേ അവിടെ നിർഭാഗ്യവശാൽ അവിടെ ആരുമില്ലായിരുന്നു. പക്ഷേ ഞാനൊരു അപേക്ഷ മദർ തെരേസയുടെ മുമ്പിൽ എഴുതി വെച്ചിട്ട് പോന്നു.
എന്നെ സഹായിക്കണം എന്നുള്ള രീതിയിൽ തറയിൽ നിന്ന് വഞ്ചകൻ എന്നെ ചതിച്ചു. അതുകൊണ്ട് എനിക്ക് എൻ്റെ 3 കോടി രൂപ തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് അവിടെ ഒരു പ്ലേ കാർഡ് വെച്ചിട്ട് പോന്നു. അത് അവിടെ ആരും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് അധിക സമയം നിൽക്കാനൊരു സുഖമില്ലായിരുന്നു കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. അവിടെ ആരെയും കണ്ടില്ല. ഇത് ക്യാൻസർ രോഗികളുടെ പേരും പറഞ്ഞൊരു തട്ടിപ്പാണ്. അതായത് പെരുന്നാൾ ഇടവക്കാർ എതിർത്തപ്പോൾ പറഞ്ഞു, ഞാനിത് എൻ്റെ കയ്യിൽ നിന്ന് പള്ളിയിൽ നിന്ന് കാശെടുത്ത് ഞാൻ പെരുന്നാൾ നടത്തത് ക്യാൻസർ. ഞാൻ ചോദിക്കട്ടെ, ആര് പെരുന്നാൾ നടത്തിയാലും ക്യാൻസർ രോഗികൾ ജനങ്ങൾ കൊടുത്താലല്ലേ പൈസയുള്ളൂ പെരുന്നാൾ നടത്തിയാൽ. ഇപ്പോൾ അത് തട്ടിപ്പാണ്. ഈ പെരുന്നാൾ നടത്തി ക്യാൻസർ രോഗികളുടെ പേരും പറഞ്ഞ് തട്ടിച്ച് എടുക്കാനാണ് ഇപ്പോൾ ഈ പെരുന്നാൾ ഇപ്പം നടത്തുന്നത്. അതുകൊണ്ട് ഞാൻ ജനങ്ങളെ കണ്ട് കുറച്ച് എനിക്കും ഭിക്ഷ യാചിക്കാമെന്ന് ഓർത്താണ് അവിടെ പോയത്. പക്ഷേ സമയമൊന്നും അറിയില്ലായിരുന്നു. പെരുന്നാളല്ലേ നേരത്തെ ആളുകൾ വരുമെന്ന് വിചാരിച്ച് നേരത്തെ പോയി, ആരും കണ്ടില്ല. അപ്പം ഞാനിങ്ങനെ തിരിച്ചു പോന്നു. തറ എന്ന അദ്ദേഹം ഇനി തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞാൻ അയാളുടെ കാറിന് മുമ്പിലെങ്കിലും ചാടും. ഇപ്പം സിറ്റിയിലേക്ക് വരുന്നില്ല, മണ്ണന്തല വരെയും വന്നിട്ട് തിരിച്ചു പോകുന്നതാണ്. മണ്ണന്തല, കൊല്ലം, ആയൂരൊക്കെ ഇങ്ങനെ വന്നിട്ട് പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ ഇനി തിരുവനന്തപുരത്ത് എന്തെങ്കിലും വന്ന്, അല്ലെങ്കിൽ വരുന്ന സമയം എയർപോർട്ടിൽ വരുന്ന സമയം അറിഞ്ഞ് എയർപോർട്ടിൽ പോയി ക്കണമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചട്ടിയുമായി തന്നെ എയർപോർട്ടിൽ പോകണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ജനങ്ങൾ ഇടപെട്ട്, ഇപ്പം വൈദികരോ മേലധികാരി പോലീസിൻ്റെ ഭാഗത്തുനിന്നോ എവിടുന്ന് നീതി കിട്ടില്ല എന്നൊരു ഉറപ്പായി. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജനങ്ങൾ ഇടപെട്ട് പിതാവ് വരുമ്പോൾ നിങ്ങൾ പറയുക, പിതാവെ അനാഥയായ സ്ത്രീയോട് കാണിച്ചത് നിധിയാണോ, അവരുടെ പൈസ തിരിച്ചു കൊടുക്ക്, നിന്നിട്ട് പോരെ ബാക്കി ഉള്ള കാര്യങ്ങളെന്ന് ജനങ്ങൾ പറയുക. പിന്നെ ഇന്നത്തെ മനോരമ പത്രത്തിൽ കണ്ടു പരിമളം പരുത്താൻ പോയിരിക്കുന്നു. ഇല്ല, റോമിൽ ആ പരിശുദ്ധമായ സ്ഥലം അത് അശുദ്ധമാക്കാനാണ് അവരവിടെ പോയിരിക്കുന്നത്. അവിടെ പരിമളമല്ല അവർ വിതർന്ന്, അവിടെ ദുർഗന്ധമാണ്. കാരണം ഈ ഒരു അനാഥയെ പറ്റിച്ചിട്ട് അവിടെ പോയി എങ്ങനെയാണ് ഇവർ പരിശുദ്ധ പിതാവിൻ്റെ മുമ്പിൽ അവിടെ പരിമളം വിതർന്ന് എങ്ങനെയാണ്? ഈ അനാഥയുടെ കണ്ണുനീർ അവിടെ ഇല്ലേ? ഈ അനാഥയെ പറ്റിച്ചിട്ടല്ലേ? അല്ലെങ്കിൽ അവർ ഒരു നേരത്തെ ആഹാരമോ ഒരു നേരത്തെ മരുന്നോ എന്തെങ്കിലും ഇവർ എന്നോട് അന്വേഷിക്കുന്നുണ്ടോ, നീതി പുലർത്തുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ ഞാൻ ഇനി ജനങ്ങളോട് അപേക്ഷിക്കുകയാണ്. ജനങ്ങൾ എനിക്ക് വേണ്ടി പറയുക, നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ്, എനിക്കിപ്പോൾ പിതാവല്ല, അങ്ങേര് എനിക്ക് ആരുമല്ല, അങ്ങേരോട് ചോദിക്കുക. ഇല്ലെങ്കിൽ ഞാൻ അങ്ങേരുടെ വണ്ടിയുടെ മുന്നിൽ എടുത്ത് ചാടും. തറ എവിടെയെങ്കിലും എത്ര രഹസ്യമായി പോയാലും ആരെങ്കിലും ഒരാൾ പറയാൻ കാണും. ഒന്നിൽ എയർപോർട്ടിൽ പോവുക, ഇല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വരുമ്പം കാറിന് മുന്നിൽ ചാടുക. അതാണ് ഞാൻ ഇനി തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം 10-25,000 പേരെ നിർത്തിയാണ് ഇപ്പോൾ അമ്മച്ചിമാർക്ക് ചട്ട തയ്പ്പിക്കുന്ന തിരക്കിലാണ്. ഇത്രയും വൈദികരുമല്ല, അമ്മച്ചിമാരെ കൊണ്ട് മാർഗം കളി നടത്തി ഗിന്നസ് ബുക്കിൽ ഇടം നേടണം. അത് ഒരു 1.5 വർഷത്തോളമായി ശ്രമം തുടങ്ങിയിട്ട് ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ വേണ്ടി. അത് അമ്മച്ചിമാരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുക, അമ്മച്ചിമാർക്ക് ചട്ട തയ്ക്കാനുള്ള തിരക്കിലാണ്. ഈ പെരുന്നാളൊക്കെ ക്യാൻസർ രോഗികളുടെ പേരൊക്കെ പറഞ്ഞ് പിരിച്ചെടുക്കുന്നത് ചട്ട തയ്ക്കാനും ഈ 25,000 പേർക്കുള്ള ചെലവിന് വേണ്ടിയാണ് ഈ ക്യാൻസർ രോഗികളുടെ പേരും പറഞ്ഞ് പിരിവെടുക്കുന്നതും അതിനും കൂടെ വേണ്ടിയാണ് അമ്മച്ചിമാർക്ക് ചട്ട തയ്ക്കാൻ. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അവർ നിശബ്ദരാണ്. കമ്മീഷൻ ഓഫീസിൽ വിളിച്ചാൽ അവരെടുക്കുന്നില്ല. എല്ലാവരും നിശബ്ദരാണ്. കാരണം ഇവരുടെ പാവപ്പെട്ടവരിൽ ക്യാൻസർ രോഗികളുടെ പേരും പറഞ്ഞ് പിരിക്കുന്ന കാശ് ഇവർക്ക് പോലീസുകാർക്ക് ശമ്പളം കൊടുക്കുന്നത് തറയാണ്. അല്ലെങ്കിൽ അവരെന്നോട് അനീതി കാണിക്കില്ലല്ലോ. പോലീസിൻ്റെ ഭാഗത്തുനിന്നെങ്കിലും എനിക്ക് നീതി കിട്ടുന്നില്ല. കിട്ടുമായിരുന്നെങ്കിൽ ഞാനിപ്പോൾ സാറിനെ വീണ്ടും സമീപിക്കില്ലായിരുന്നു. ഇപ്പോൾ ക്രിസ്മസ് ആഘോഷം, ക്രിസ്തു ജനിച്ചതിൻ്റെ പേരിലൊരു പിരിവ്, ഇനിയിപ്പോൾ ഈ ക്രിസ്തു മരിക്കുമ്പോൾ ഒരു പിരിവ്, വിയർപ്പിനൊരു പിരിവ്, എല്ലാത്തിനും പിരിവാണ്. ക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞ് അവർ പിരിവ് എന്തിനു വേണ്ടിയിട്ട്? ഇവരുടെ കുടുംബത്തേക്ക് പേഴ്സണലായിട്ട് ക്യാഷ് കൊടുക്കുക. പിന്നെ ഗിന്നസ് ബുക്കിൽ ഇപ്പം ഈ 25,000 അമ്മച്ചിമാരെ നിരത്തണമെങ്കിൽ പണം ചിലവാകുണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടും കൂടിയാണ് ഇവർ ഈ ഓരോ പെരുന്നാളെന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പാണ്. ക്യാൻസർ രോഗികൾക്ക് കിട്ടുന്നത് എന്താണെന്ന് നമുക്കറിയാം. അത് നിത്യവും അവിടെ കൊടുത്ത് ഇന്നലെ അല്ലല്ലോ ക്യാൻസർ രോഗികളുടെ ആ സ്ഥാപനം തുടങ്ങിയിട്ട് 10-15 വർഷത്തോളം ആയതാണ്. ആ കൊടുക്കുന്ന ആൾക്കാർ ഇപ്പോഴും അവിടെ കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇപ്പോൾ സ്പെഷ്യലായിട്ടൊരു പിരിവ് എടുക്കുന്നത്? ഇപ്പം അമ്മച്ചിമാർക്ക് ചട്ട തയ്ക്കണം, ചട്ടയും മുണ്ടും തയ്ച്ച് തറയ്ക്ക് അമ്മച്ചിമാർ ഡാൻസ് കളിക്കുന്നത് കാണണം. അത് ഗിന്നസ് ബുക്കിൽ വരുത്തണം. അതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. പോലീസുകാരും എല്ലാവരും എന്നെ പറ്റിച്ച് എനിക്ക് മോഹന വാഗ്ദാനം തന്ന് പറ്റിച്ചുകൊണ്ട് പോകാൻ ഇന്ന് അയർലൻഡിൽ വിലസുന്നു.
അവനൊരു പ്രശ്നവുമില്ല, എനിക്ക് പെയ്ഡ് ഓൾഡ് ഏജ് ഹോം എല്ലാവിധ സുഖസൗകര്യങ്ങളെന്നും പറഞ്ഞാണ് 3 കോടി പറ്റിച്ചുകൊണ്ട് പോയത്. പിന്നെ അതുകൂടാതെ അവൻ്റെ കുടുംബത്തേക്ക് പേഴ്സണലായിട്ട് വാങ്ങിച്ചു. എന്നെ ഒന്നും അവർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇപ്പോഴത്തെ ഇപ്പം തറയ്ക്കും അവർക്ക് പകരമായിട്ട് 2 അധികാരികളുണ്ട്, മോവൻ ചുരവടി, മോർലി കൈതപ്പറമ്പിൽ. അവരാണ് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ എതിര് നിൽക്കുന്ന ഈ 2 വ്യക്തികളാണ് എന്നെ സഹായിക്കാതെ. അവർക്ക് അതുണ്ട് ഇതുണ്ട്, എനിക്ക് കേരളം മൊത്തം എൻ്റേതായിരിക്കട്ടെ, പക്ഷെ ഇവർ കാണിച്ച ഉത്തരവാദിത്വം ഇവർക്ക് ചെയ്യാനുള്ള കടമ അവർക്കുണ്ട്. എനിക്ക് ഈ ലോകം മുഴുവൻ ഉണ്ടെങ്കിലും അവരെന്നോട് പറഞ്ഞ വാക്ക് അവർ പാലിക്കണം. അവർ 3 കോടി മേടിച്ചപ്പോൾ എനിക്ക് പെയ്ഡ് ഓൾഡ് ഏജ് ഹോം തരും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഞാനൊരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുകയാണ്. ഇതാരും ഈ ചൂരവടിയാണ് ഇതിന് ഏറ്റവും ബദലായിട്ട് നിൽക്കുന്നത്. അവൻ പോയി ഓരോരുത്തരെയും കാല് പിടിച്ച് കരയും, അയ്യോ എനിക്ക് ക്യാൻസർ രോഗികൾക്ക് മരുന്നില്ല, ഭക്ഷണമില്ല. ഇതൊക്കെ അതിലൊരു വീതം അവൻ്റെ വീട്ടിലേക്കും പോകും, ഒരു വീതം അവൻ്റെ വീടിൻ്റെ ലോൺ അടയ്ക്കണം. ഇങ്ങനെ ഈ 3/4 ഭാഗം കള്ളത്തരമൊന്നും ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്തിനാണ് ഇപ്പോൾ കണ്ണമൂലയിൽ ഒരു പെരുന്നാൾ, അതായത് ക്യാൻസർ രോഗികളുടെ പേരും പറഞ്ഞ് ഇത്രയും നാളും ക്യാൻസർ രോഗികൾ കഴിയാതെയാണ് ഇരുന്നത്. ഇപ്പോൾ അവന് കാശിന് ആവശ്യമുണ്ട്, അമ്മച്ചിമാർക്ക് ചട്ടയും മുണ്ടും മേടിക്കാനൊക്കെ ചിലവുണ്ട്, അപ്പോൾ അതും പറഞ്ഞ് പിരിക്കുക, അത്രയേ ഉള്ളൂ അവർ ചെയ്യുന്നത്. അല്ലാതെ നന്മയ്ക്ക് വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ക്യാൻസർ രോഗികൾക്ക് എന്ത് കിട്ടുന്നു? അത് ശരിക്കുള്ളത് കിട്ടുന്നില്ല. ഇവരുടെ പേരും പറഞ്ഞ് പിരിക്കുന്നു, ഇവർ മുട്ടടിക്കുന്നു. ഇവർക്ക് ദിവസവും ചങ്ങനാശ്ശേരിക്ക് പോകാൻ കാറ്, അവിടെ പോകാൻ കാറ്, പെട്രോളൊക്കെ വെറുതെ ആണോ? അവർക്ക് കാറിൽ പെട്രോൾ അടിക്കാനോ ഒക്കെയാണ് ഇവർ. ഇപ്പം മാതാവിൻ്റെ പേരും പറഞ്ഞ് 8-ാം തീയതി മാതാവിൻ്റെ പെരുന്നാളെന്നും പറഞ്ഞൊരു പിരിവ്, അത് പറ്റിക്കലാണ്. അത് ജനങ്ങൾക്ക് ഇതുവരെയും ഈ കുപ്പായ തൊഴിലാളികൾ എന്താണ് ചെയ്യണമെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടില്ല. മനസ്സിലാകുമ്പോൾ ഇവരൊക്കെ താനെ ഈ പിരിവ് കൂട്ടലെന്ന് എന്നെപ്പോലെ ഒരു അനുഭവം വന്നു കഴിയുമ്പോൾ അവർ ഈ പിരിവൊക്കെ നിർത്തും. അനാഥയെ പറ്റിച്ചു, അത് അനാഥയെ പറ്റിച്ചത് തിരിച്ചു തന്നിട്ട്, അല്ലെങ്കിൽ അനാഥയോട് നീതി കാണിച്ചിട്ട് വേണം പിതാവ് ഉദ്ഘാടനത്തിന് പ്രസംഗം, നിങ്ങൾ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറയണമെങ്കിൽ എന്നോട് നീതി പാലിക്കണം. എന്നോട് നീതി പാലിക്കാതെ ഇങ്ങനെ എന്ത് ചെയ്താലും ഒരു ചുക്കുമല്ല. അയാൾ ചെയ്യുന്ന എല്ലാം വിഡ്ഢിതരങ്ങളാണ്. അല്ലെങ്കിൽ എനിക്ക് മുദ്രപത്രത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചങ്ങനാശ്ശേരി ചെന്നിട്ട് മുദ്രപത്രം എഴുതിക്കൊണ്ട് ചെല്ലുക, ഇതിങ്ങ് എഴുതി പിതാവെന്ന് പറഞ്ഞാൽ തരുമോ? അല്ലെങ്കിൽ അയാളുടെ കുടുംബസ്വത്ത് എഴുതി തരാൻ ഒപ്പിട്ട് തരാൻ പറഞ്ഞാൽ എനിക്ക് തരുമോ? ഇത് ഞാൻ 3 കോടി കൊടുത്ത് എന്നെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റാൽ അത് ചെയ്തിട്ടില്ല. ഇന്ന് 6 വർഷമായി ഡോക്ടർ മരിച്ചിട്ട് 6 വർഷം കൊണ്ട് എനിക്ക് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി പോലും അവരുടെ കയ്യിൽ നിന്ന് മുടക്കി തന്നിട്ടില്ല. എനിക്ക് അവൻ്റെ അമ്മ തന്നതുകൊണ്ട് ഞാൻ ഇന്ന് ജീവിക്കുന്നു. പക്ഷേ അവർ പബ്ലിസിറ്റി, ഫ്ലാറ്റ് ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പബ്ലിസിറ്റി. പക്ഷേ ഞാൻ കേരളം മൊത്തം എൻ്റേതായിരിക്കട്ടെ, ചിലപ്പം അത് അവർ എൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് തിരക്കേണ്ട ആവശ്യം അവർക്കില്ല. അവർ വാഗ്ദാനം ചെയ്ത് അവരെനിക്ക് തന്നേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്ക് 3 കോടി വിത്ത് ഇൻട്രസ്റ്റ് തിരിച്ചു തരിക. തട്ടിപ്പ് നടത്തിയിട്ട് ഉളുപ്പില്ലാതെ നടക്കുന്ന കാട്ടുപോത്തിന്റെ തൊലിയേക്കായാലും കട്ടിയുള്ള തൊലിയുള്ള കമാനം തോമയ്ക്ക് നാണമുണ്ടാകുവാൻ നാട്ടുകാർ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതുപോലെ 25,000 പെണ്ണുങ്ങളെ നിർത്തി മാർഗം കളിപ്പിച്ച് ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് നേടുവാൻ ശ്രമിക്കുന്ന കമാനം തോമയുടെ പ്രഥമ പരിപാടിക്കും എല്ലാവരും പറ്റാവുന്നതുപോലെ പ്രാർത്ഥിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.